രുചിയുടെ രാജാവ് പഴയിടം. പുള്ളിക്കാരൻ കാപ്പി പോലും കുടിക്കാതെ നിൽക്കുന്ന പുള്ളിക്ക് കാപ്പി കൊണ്ടുവന്ന് കൊടുത്തത്. ഇപ്പോഴാണ് പുള്ളി ഈ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ, എന്ന് വെച്ചാൽ ഇപ്പോഴും ജോലിയുടെ ഇടയിലാണ് ഒരു വെള്ളം പോലും കുടിക്കുന്നത്. ഇത് പായസം ഞാൻ തിരക്കി, നല്ല ഒരു സ്പെഷ്യൽ പായസമാണ് ഇന്നത്തെ. ഇത് ഈ കിടന്ന് തിളയ്ക്കുന്നത് അപ്പം നെയ്യാണ് ഒഴിച്ചത്. ഇതിരി പായസം ഉണ്ടാക്കുന്നുണ്ട്. ഈ പായസമൊക്കെ ഇന്ന് സദ്യയോടെ നട്ട്സ് വെച്ചിരിക്കുന്ന നോക്കിയാണ്. ഇപ്പിരിപ്പ് ഒരു കുട്ട നിറച്ചും നട്ട്സാണ്. അത് ഫുള്ള് ഇതിലോട്ട് ഇടാനാണ് കേട്ടോ, ഈ പായസത്തിലോട്ട്. കോരി കോരി ഇടുന്നു. നട്ട്സ് ഇടുന്നുണ്ട. അമ്പോ, ഇത് തേങ്ങാപ്പാല്. കുറുകിയ തേങ്ങാപ്പാല് കേട്ടോ. യുവജനോത്സവത്തിൻ്റെ ഭക്ഷണപ്പുര വളരെ സജീവമാണ്. ഇവിടെ എത്തുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഇതുവരെ മുടക്കം കൂടാതെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മാത്രം 22,000-ഓളം ആളുകളാണ്, മത്സരാർത്ഥികളും അധ്യാപകരും പേരൻസും മാധ്യമപ്രവർത്തകരും ഓഫീഷ്യൽസും വോളണ്ടിയർമാരും ഒക്കെയായി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. 22,000-നടുത്ത ആളുകളാണ്. പഴയിടം നമ്പൂതിരിയാണ് ഈ രുചിയൂറുന്ന വിഭവങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. ഒരു ബ്രേക്കും ഇല്ലാതെ നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അത് പറയാൻ കാരണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഉച്ചഭക്ഷണം നമ്മൾ ആരംഭിച്ചു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചായ, സ്നാക്സ് ആരംഭിക്കും. അത് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണവും ആരംഭിക്കും. അപ്പം ആ നിലയ്ക്ക് വളരെ നല്ല നിലയിൽ ഭക്ഷണപ്പുര മുന്നോട്ട് പോകുന്നു. ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മളെ ഈ ഒരു രുചിക്കൂട്ടിൻ്റെ കലവറയുടെ അകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ഇപ്പോൾ ഇവിടുന്ന് അകത്തോട്ടാണ് പോകാനുള്ളത്. അവിടെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. നമുക്ക് അകത്തോട്ട് പോയിട്ട് ആ പാചകവും കാര്യങ്ങളും ഫുഡ് കഴിക്കുന്ന ആ ഒരു ഊട്ടുപുരയും എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. വാ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഒരു പെർമിഷനൊക്കെ ചോദിച്ച് അകത്ത് കയറി. ഇവരെല്ലാം ഭയങ്കര തിരക്കിലാണ്. കണ്ടില്ലേ, ചോറ് ഒരു റെസ്റ്റ് ഇല്ലാതെയുള്ള വർക്കാണ്. കണ്ടില്ലേ, നമുക്ക് അവർക്കൊരു ശല്യം ഉണ്ടാക്കാതെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ പഴയിടം നമ്പൂതിരി കണ്ടില്ലേ, പുള്ളിക്കാരെ അവിടെ തിരക്കിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പഴയിടത്തിൻ്റെ രുചിയിടം, അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഈ പാചകം എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അവർക്കൊരു ശല്യം ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ മാറി നിന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഈ സമയം എന്ന് പറയുന്നത് 10:45 കാപ്പിയുടെ ടൈം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചോറിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പുറകിൽ കണ്ടില്ലേ, തകൃതിയായിട്ട് ഭയങ്കരമായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ആരും ഒരു റെസ്റ്റ് ഇല്ലാതെ, ഒരു ചായ പോലും കുടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ രാവിലെ കാപ്പി, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ്, പിന്നെ വൈകിട്ട് സ്നാക്സ്, ചായ, രാത്രി ചോറ്. അപ്പം അങ്ങനെ ഫുള്ള് തിരക്കാണ്. ഇവരുടെ ഒരു എഫേർട്ട് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഉറക്കമില്ലാതെയൊക്കെയാണ് ഇവർ പലരും ഇവിടെ ഇപ്പോഴും ഇരുന്ന് പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പം അവർക്കൊരു ബിഗ് സല്യൂട്ട്. കണ്ടില്ലേ, നമ്മുടെ രുചിയുടെ രാജാവ് പഴയിടം പായസം ഇളക്കുവാണ്. കണ്ടില്ലേ, പുള്ളിക്കാരൻ കാപ്പി പോലും കുടിക്കാതെ നിൽക്കുന്ന. പരിപ്പൊക്കെ ടേസ്റ്റ് ചെയ്യുക. ഒരു റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് കേട്ടോ ഈ കലവറയിൽ. പുള്ളിക്ക് കാപ്പി കൊണ്ടുവന്ന് കൊടുത്തത്. ഇപ്പോഴാണ്
പുള്ളി ഈ ഒരു ചെറിയ ഗ്യാപ്പിന്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും ജോലിയുടെ ഇടയിലാണ് ഒരു വെള്ളം പോലും കുടിക്കുന്നത്. പായസമല്ലേ, പായസം. പായസമാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും ജോലിയും തിരക്കിലുമായിട്ട് ബിസിയാണ്. മാവൊക്കെ ഇവിടെ അരങ്ങുകൊണ്ടിരിക്കുന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഇത് തൈര്, നല്ല കട്ട തൈരാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ പഴയടം നമ്പൂതിരി ഫുള്ള് തിരക്കിലാണ്. പുള്ളി കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഇപ്പം ഈ 3 നേരം എന്നുള്ളത് രാത്രിയാവുമ്പോഴാണ് പുള്ളി ഇച്ചിരി ഫുഡ് കഴിക്കുന്നത്, കുറച്ച് കഞ്ഞി കുടിക്കുന്നത്. അപ്പം അല്ലാതെ വേറെ ഫുഡ് കഴിപ്പൊന്നും ഇല്ല എന്നാണ് ഞാൻ തിരക്കിയപ്പം അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവരുടെയൊക്കെ ഒരു എഫർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താണ്, നമ്മുടെ ഈ കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം ഇവർ നല്ല രുചികരമായിട്ടുണ്ടാകുന്നു. വെറുതെ ഉണ്ടാകുന്നതല്ല, നല്ല രുചികരമായിട്ടാണ് ഇവരിവിടെ പ്രിപ്പയർ ചെയ്തത്. പായസം ഞാൻ തിരക്കി, നല്ല ഒരു സ്പെഷ്യൽ പായസമാണ് ഇന്നത്തെ. ഇത് ഈ കിടന്ന് തിളയ്ക്കുന്നത് നെയ്യാണ് ഒഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പഴയടം നമ്പൂതിരി. പായസം ഉണ്ടാക്കുന്നുണ്ട്. ഈ പായസമൊക്കെ ഇന്ന് സദ്യയോടെ നട്ട്സ് വെച്ചിരിക്കുന്ന നോക്കിയാണ്. ഇപ്പിരിപ്പ് ഒരു കുട്ട നിറച്ചും നട്ട്സാണ്. അത് ഫുള്ള് ഇതിലോട്ട് ഇടാനാണ് കേട്ടോ, ഈ പായസത്തിലോട്ട് കോരി കോരി ഇടുന്നു. നട്ട്സ് ഇടുന്നുണ്ട. അമ്പോ, ഇത് തേങ്ങാപ്പാല്, നട്ട്സും ഇട്ട് ഈ കട്ടിയുള്ള തേങ്ങാപ്പാലും ഒഴിക്കും. അമ്പോ, കിടിലുമായിരിക്കും. കുറുകിയ തേങ്ങാപ്പാല് കേട്ടോ. ഇവിടെ നിന്നപ്പം തന്നെ ഒരു പ്രത്യേക മണവും എല്ലാമൊക്കെ ആയിട്ടൊരു അടിപൊളി ഫീല് കേട്ടോ. ഈ ഒരു പായസത്തിന്റെ ഫ്രണ്ട് ചെയ്യുന്നപ്പോൾ ആ നട്ട്സ് കിടക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ്. ഈ ഒരു ഒറ്റ പായസമേ ഉള്ളൂ, പക്ഷെ കിണ്ണം കാച്ചി പായസം എന്നാ പറഞ്ഞു. നമ്മുടെ MLA സാറ് പുറത്തു നിന്ന് പറഞ്ഞ കേട്ടില്ലേ, പുള്ളി നല്ല ഹെൽപ്പാണ് കേട്ടോ. ഇവർക്കൊക്കെ ഇവരുടെ കൂടെ തന്നെ ഉണ്ട് പുള്ളി. ഇങ്ങനെയുള്ള നേതാക്കന്മാർ വേണം നമുക്ക് വേണ്ടതല്ലേ, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന. കണ്ട, ഓരോരുത്തരും വന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. എന്തായാലും ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ് പൊളിക്കും. പായസം കുറച്ചുകൂടെ പൊളിക്കും. 4 ദിവസമായിട്ട് ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പം ഒരു ഇടതടവില്ലാതെ പാചകപ്പുരയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് പാചക തൊഴിലാളികളും അതുപോലെ തന്നെ നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മുഴുവൻ സമയം അദ്ദേഹം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം മുഴുവൻ നേതൃത്വം നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തുടർച്ചയായിട്ട് ഈ കാണുന്നത് ഇത് ഒരെണ്ണം മാറുമ്പോൾ അടുത്തത് ഇങ്ങോട്ട് കയറി അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ചെമ്പും വാർപ്പും എല്ലാം ഓരോ നിമിഷത്തിന് ഓരോരോ രുചികരമായ വിഭവങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിളമ്പ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു 9-10 മണി 10-10:30 വരെ തുടങ്ങി പ്രഭാത ഭക്ഷണം നടന്നു കഴിഞ്ഞാൽ 11:30-12 മണിയാകുമ്പോഴത്തേന് ഉച്ചഭക്ഷണം തുടങ്ങി. ആ ഉച്ചഭക്ഷണം മിക്കവാറും തീരുന്നത് വൈകുന്നേരത്തെ ഇടയ്ക്ക് ഒരു ചായയും കടിയും കഴിഞ്ഞാൽ പിറ്റേന്ന് സ്റ്റേജുകളിലെ പരിപാടി എപ്പോൾ തീരുന്നോ ആ സമയം വരെ കൃത്യമായിട്ട് ഉച്ചഭക്ഷണം, ചില ദിവസങ്ങളിൽ 3:30 വരെയും 3 മണി വരെയും 2 മണി വരെയൊക്കെ ഉച്ചഭക്ഷണത്തിൻ്റെ കൊടുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുക.
പിന്നെ മാത്രമല്ല ഇത്രയും പേർക്ക് പാചകം ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മളിപ്പോ ഈ പഴയടം നമ്പൂതിരിക്കൊന്നും ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും പുള്ളിക്ക് ഒരു നേരമൊക്കെ ആയിരിക്കും കഴിക്കും. പുള്ളി ഇവിടെ തന്നെ ഇരിക്കുന്ന ബൗളിനകത്ത് പുള്ളി എന്തെങ്കിലും ചെറിയ രണ്ട് വറ്റും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയി അവിടെ പോയിരുന്ന് ഇവിടെ ഇരിക്കുന്ന കസേരയിലോ അവിടെ തറയിലോ അല്ലെങ്കിൽ പിന്നെ ഒരു ബെഞ്ച് കിടപ്പുണ്ട്, ആ ബെഞ്ചിന്റെ മുകളിലോ ഇരുന്ന് അദ്ദേഹം അതിന്റെ കൂടെ നിന്ന് ഒരു കഴിക്കുന്നത് പോലെ ആക്കി തീർത്ത് പോകുന്നുള്ള കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിനും വളരെ റെസ്റ്റ് ഇല്ലാതെ അദ്ദേഹം ഫുൾ ടൈം ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ പേരും കൂടി ഒന്ന് എൻ്റെ പേര് നന്ദകുമാറാണ്. ഞാൻ ഈ അധ്യാപക സംഘടനയുടെ ഈ ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയുള്ള KPST എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന കൗൺസിലറാണ്. എല്ലാ ആൾക്കാരുടെയും സജീവമായ പങ്കാളിത്തവും ഒക്കെ ഉണ്ട്. ഈ മേള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വിജയമായിട്ട്, പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വലിയൊരു വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റോസ്മലയിലാണ്. റോസ്മല. അപ്പോൾ ആ റോസ്മല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കലോത്സവത്തിൻ്റെ വേദി വന്നിട്ട് റോസ്മല എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം കാണിച്ചിട്ടില്ലേ റോസ്മല. ഈ ഒരു കൗണ്ടറിൻ്റെ പേര് റോസ്മല എന്നാണ്. അപ്പുറത്ത് സാമ്പ്രാണിക്കോടി, അപ്പുറത്ത് ശെന്തുരണി, ശാസ്താംകോട്ട, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഈ ഒരു എന്താണ് ഊട്ടുപുരയ്ക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് ഊട്ടുപുരയുണ്ട്, ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഉണ്ട്. കണ്ടില്ലേ? ഇത്രയും ഏരിയ ഉണ്ട്. ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കണ്ടില്ലേ? അപ്പം ഇത്രയും പേര് ഒരു നേരം ഇത്രയും ഏരിയയിലിരുന്ന് ഫുഡ് കഴിച്ച് തീരും. അപ്പം അത് കഴിഞ്ഞാലും പിന്നെ റെസ്റ്റ് ഇല്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓരോരോ സെക്ഷൻ ഇങ്ങനെ ഫുഡ് കഴിച്ച് അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഒരു റെസ്റ്റ് ഇല്ലാത്ത കണ്ടില്ലേ? ഇതിപ്പോ ഇവർക്ക് ഗൈഡൻസ് കൊടുത്തിട്ട് പാചകത്തിനുള്ള സമയം ആയിട്ടുണ്ട്. അല്ല, പാചകമല്ല, നമ്മുടെ വിളമ്പാനുള്ള സമയം. ഇവർക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള സമയം. അപ്പോൾ ഓരോ ഏരിയയിലും കണ്ടില്ല, അവരിങ്ങനെ ഓരോരുത്തരെയും വിളിച്ചിട്ട് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് പറഞ്ഞ് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എത്ര ഐറ്റം ആണെന്നുള്ളതൊക്കെ ഇപ്പം ഇനി പറയും. കണ്ടില്ല? ഇത് മൺട്രോ തുരുത്താണ് ഈ ഒരു ഏരിയ. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പരവൂർ. അപ്പം നമ്മൾ ഈ പഴയടത്തിൻ്റെ രുചിയിടം കണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം സമയം 11 മണിയായി. 12 മണിയാകുമ്പോൾ ഇവിടെ ഉച്ചഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലോട്ട് ഈ ഒരു ഏരിയ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട് ഇതിന് വിളമ്പാനും എടുക്കാനും ഒക്കെ ആയിട്ട്. ഒരുപാട് പേര് ഓരോ ഏരിയയ്ക്കും കോർഡിനേറ്ററായിട്ട് ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ട്. അവരാണ് ഓരോരോ ഏരിയകളും ഓരോരോ കൗണ്ടറുകളും നോക്കുന്നത്. കൊല്ലം ജില്ലയിലെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും വിനോദസഞ്ചാരകേന്ദ്രങ്ങളും ജലാശയങ്ങളും നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള ആക്രമണിയിലെത്താം, ഉണ്ടറയ്ക്ക് പോകാം, വെടായിപ്പാറയിൽ കയറാം, ആലരുവിയിൽ ഇറങ്ങാം, നീന്തകര ചെല്ലാം, പ്രാണിക്കോടിയിലെ തുരുത്തിൽ നിങ്ങൾക്ക് പ്രാണിക്കോടിയുടെ ഭംഗി ആസ്വദിച്ചിരിക്കാം. ഇത് നമ്മുടെ 24 ശ്രീകണ്ഠൻ നായരാണ് കേട്ടോ. ശ്രീകണ്ഠൻ നായരൊക്കെ ഇവിടെ ഉണ്ട് പാചകപ്പുരയിൽ. അപ്പോൾ നമ്മളേതായാലും വന്ന നല്ല സമയമായി. നമ്മുടെ 24 ചാനലും ഇവിടെ ഇന്ന് മോർണിംഗ് ഷോ ഒക്കെ നടത്തിയായിരുന്നു. കണ്ടില്ലേ, ഇത്രയും പേരെ നമുക്ക് ഒരുമിച്ച് കിട്ടി. അതായത് നമ്മുടെ ചൂണ്ട ക്രിയേഷൻസിന്റെ പ്രേക്ഷകർക്ക് ഒരു അപൂർവ നിമിഷമാണ്. കണ്ടില്ലേ,
നമ്മളിപ്പോൾ ഇത്രയും പേരുടെ കൂടെ ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റി. അപ്പൊ ഈ പിള്ളേരൊക്കെ നമ്മുടെ ശ്രീകണ്ഠൻ നായരോട് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നു നിന്നു, കണ്ടില്ലേ? സന്തോഷം. പുള്ളിക്കാരെ ഇങ്ങനെ വരുന്നതിന്റെ അവിടെ എല്ലാം ഇങ്ങനെ കണ്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ സെൽഫി എടുക്കാൻ വന്നുകൊണ്ടിരിക്കുക. പരവൂർ സംഗീത സഭ. നമ്മുടെ പരവൂർ സംഗീത സഭയിലെ മെമ്പേഴ്സാണ്, നമ്മുടെ നാട്ടുകാർ. ശുചീകരണത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് കലാവിരുന്ന് ഒരുക്കിക്കൊണ്ട് കലായിടം നമ്മുടെ ഈ സ്കൂളിലെ HM ആണ് ഈ സ്കൂളിലെ. ഈ ഭക്ഷണപന്തിയിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക്, രുചിയിടത്തിലേക്ക് എത്തുന്നവർക്ക് നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് ഈ പരവൂർ സംഗീത സഭയിൽ ഉള്ളവരാണ്. അവരിപ്പം ശ്രീകണ്ഠൻ നായരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തത്. സംഗീത സഭയിൽ എത്ര പേരുണ്ട്? സംഗീത സഭയിൽ ഇന്ന് നമ്മള് ഒരു ഗാനമേളയായിട്ട് വന്നതാണ്. നമ്മുടെ കലോത്സവ വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയ്ക്ക് ഒരു അവസരം കിട്ടിയതിൽ നമ്മുടെ കുറെ കുട്ടികളും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പരവൂർ സംഗീത സഭയുടെ സെക്രട്ടറിയാണ് ഈ വരുന്നത്. ഞാൻ കൊടുക്കാവേ. എന്റെ പേര് മാങ്കുളം രാജേഷനാണ്. ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയുടെ പരവൂരിലെ സംഗീത സഭയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പരവൂർ സംഗീത സഭയിലെ കുട്ടികളുമായി ഈ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ വളരെയേറെ പ്രതീക്ഷയായിരുന്നു. കാരണം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു ജില്ലയുടെ, ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ അഭിമാനമായിട്ടുള്ളൊരു മഹാ ഉത്സവമായിട്ടാണ് ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നത്. അവിടെ ജി ദേവരാജൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ സംഗീതം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ അമൃതമല വർഷിച്ച് ദേവരാജൻ മാസ്റ്ററുടെ ജന്മം കൊണ്ട് പവിത്രമായ ആ മണ്ണിൽ രൂപീകരിച്ച ദേവരാജൻ മാസ്റ്ററുടെ പരവൂർ സംഗീത സഭ എന്ന പ്രസ്ഥാനത്തിന് ഒരു ചെറിയ ഈ കലയിടത്തിൽ ഒരു ചെറിയ പ്രോഗ്രാം നടത്തുവാനുള്ള അവസരവും കൂടി കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്. തീർച്ചയായും ദേശിങ്ങനാടിന്റെ പൈതൃക ഭൂമിയിൽ 16 വർഷത്തിന് ശേഷം കിട്ടിയ ഈ ഒരു കലോത്സവം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ഓരോ കൊല്ലം ജില്ലക്കാരനെ സംബന്ധിച്ചും അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് നമുക്ക് ഈ 16 വർഷത്തിന് ശേഷം ഇവിടെ കിട്ടിയ ഈ കലോത്സവം, 62ാമത് ഈ കലോത്സവം. കണ്ടില്ലേ, ഇവിടെ ഇപ്പം ശ്രീകണ്ഠൻ നായർ ചായ കുടിച്ച് റെസ്റ്റ് എടുത്ത് സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഉള്ളവരും ടീച്ചേഴ്സുമാരും എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ എടുക്കുക. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഇപ്പം ഫുഡ് കഴിക്കാനുള്ള സമയമായി, അതിനുള്ള ക്യൂ ആണ്. ഇപ്പം നമ്മൾ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടു. നമുക്ക് ഇനി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് ഇനി വേറെ ഷൂട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. കണ്ടില്ലേ, ഇവിടെ ക്യൂ ഇങ്ങനെ നിറയും കേട്ടോ. ഈ ഒരു വഴി, ഈ ഒരു സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്നക്കട റൗണ്ടിൻ്റെ അവിടെ നിന്ന് കടപ്പാക്കട പോകുന്ന 4 കൂടിയ ജങ്പാക്കട പോകുന്ന റൂട്ടാണ്. ആ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ പോയിരിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ പുനലൂരൊക്കെ ഇതുവഴി നേരെ പോയ പുനലൂര്, കേരളപുരം അങ്ങനെയൊക്കെ പോവാം. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്കൂള് കാണുന്നത്. കണ്ടില്ലേ, അടിപൊളിയില്ലേ ഈ ഏരിയ. നമ്മുടെ കൊല്ലം സൂപ്പർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡ് എൻട്രൻസ് ആണത്.
ഇതുവഴിയാണ് നമ്മൾ ആ സ്കൂളിൻ്റെ അകത്ത് കയറിയത്. ഇപ്പം പുറത്ത് നിൽക്കുവാണ്. ഏതായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ്.